ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം, നമുക്ക് 3 രീതിയിലാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിലുള്ള വിൻഡോ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേർഡ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ അവിടെ ഡിസ്പ്ലേ ആകും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വേർഡിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡെസ്ക്ടോപ്പിൽ ചെന്ന് ആ വേർഡിൻ്റെ ആ ഷോർട്ട് കട്ട് ഐക്കണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ്, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൂന്നാമത്തേത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് വിൻഡോ കീയും ആർ മീൻസ് റൺ കമാൻഡിൻ്റെ ഷോർട്ട് കട്ടാണ് 6. വിൻഡോ കീയും 6 കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റൺ പ്രോംപ്റ്റ് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. വിൻഡോസ് വേർഡ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് വിൻ വേർഡ്. ദെൻ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് വേർഡ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം 3 രീതിയിൽ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ആദ്യമേ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വിൻഡോ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ദെൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, WOR അടിക്കുമ്പോൾ തന്നെ വേർഡ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വിൻഡോ ബട്ടണിൽ പ്രസ് ചെയ്യുക, ദെൻ WORD എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ വേർഡ് ആപ്ലിക്കേഷൻ ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വേർഡിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക എന്നുള്ള മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഡെസ്ക്ടോപ്പിനകത്ത് വേർഡിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ അതിനെ തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്, കാരണം നിങ്ങൾക്ക് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ വിൻഡോ ബട്ടണിൽ പ്രസ് ചെയ്തു. ആ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് വേർഡിനെ സെലക്ട് ചെയ്യുക. ഡബ്ല്യുവിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ അതിനെ ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ വേർഡിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ആഡ് ചെയ്തിരിക്കുന്ന ഷോർട്ട് കട്ട് ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സലിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈയുടെ പാർട്ടിൽ ചെല്ലുക, ദെൻ എക്സലിനെ ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എക്സലിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഏത് ആപ്ലിക്കേഷൻ്റെയും ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ടാൽ മതി. ദെൻ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഒരു റൺ കമാൻഡ് എടുത്തിട്ട് അവിടെ വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതിയെന്ന്. റൺ കമാൻഡ് എടുക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് വിൻഡോയും 6 ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൺ പ്രോംപ്റ്റ് ഓപ്പൺ ആകും. അവിടെ നിങ്ങൾ വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, വിൻഡോസ് വേർഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് വിൻ വേർഡ്. ദെൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വിൻഡോ 6 ദെൻ വിൻ വേർഡ് ദെൻ ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 രീതിയാണ് പഠിച്ചത്. ഒന്നാമത്തെ മെത്തേഡ് നമ്മുടെ ജസ്റ്റ് വിൻഡോ ബട്ടണിൽ പ്രസ് ചെയ്യുക, വേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ഷോർട്ട് കട്ട് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഡെസ്ക്ടോപ്പിലുള്ള ഷോർട്ട് കട്ട് ഐക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് വിൻഡോ 6 ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ അടിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 രീതിയിൽ വേർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക്